ദിനുവിൽ ചേരുന്നുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ ദിനു. നമ്മൾ ഇന്നലെ രാത്രി എൻകൗണ്ടറിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കാണുന്നുണ്ടോ ഈ മോദിയെ കപട ദേശവാദി എന്ന് വേടൻ പാട്ടിൽ വിളിച്ചു, അതുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്ന പരാതിയെ ദിനു? തീർച്ചയായും ഇത് ശശികലയും മധുവും ഒക്കെ തന്നെ നൽകിയ അധിക്ഷേപങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് മോദിയെ ഇപ്പോൾ കപട ദേശവാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19 അനുശാസിക്കുന്ന രീതിയിലുള്ള പരാമർശം തന്നെയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുള്ള പരാമർശം തന്നെയാണ് നടത്തിയത്. എന്നാൽ വേടനെതിരെ നടത്തിയിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങൾ തികച്ചും ഡിഫമേറ്ററി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായി ഇന്ത്യക്കകത്തുള്ള ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ രാഷ്ട്രീയ ബോധം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ വേടന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്ക് ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും മറ്റ് മുസ്ലിം സമുദായത്തിനും ഒക്കെ എതിരെ നടന്നിട്ടുള്ള പല രീതിയിലുള്ള അതിക്രമങ്ങൾ ചേർത്ത് സംഘപരിവാറും BJPയും അതിന്റെ നേതാക്കന്മാരും ഒക്കെ തന്നെ പാലിച്ചിട്ടുള്ള മൗനത്തെ കുറിച്ച് കൂടെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്തരം ഒരു കപട ദേശീയവാദി എന്നുള്ള പ്രയോഗത്തിൽ അതിശയോക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും അത്തരത്തിലൊരു കപട ദേശീയവാദം ഉയർത്തുന്ന ഭരണകൂടം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിനെ ക്രിട്ടിഫൈ ചെയ്യാന്നുള്ളത് ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു ദിനു.